ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പതിവ് പോലെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ തന്നെയാണ്. നമ്മൾ ഗ്യാസ് സ്റ്റൗവിലൊക്കെ കുക്ക് ചെയ്യുന്ന ടൈമിൽ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് കുറേ അധികം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത്തരം പൊടിക്കൈകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. നമ്മുടെ ചില പാത്രങ്ങളൊക്കെ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെക്കുന്ന ടൈമിൽ അത് തന്നെ പോകാറുണ്ടല്ലേ. അതായത് ഈ ഒരു രീതിയിൽ മിക്കപ്പോഴും ഇതുപോലുള്ള ചെറിയ ചെറിയ പാനിലൊക്കെയാണ് ഈ ഒരു പ്രശ്നം കണ്ടുവരാറുള്ളത്. ചില ടൈമിൽ നമ്മൾ ആദ്യം വെക്കുമ്പോഴൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കുക്ക് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് അങ്ങോട്ട് തന്നെ മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് അപകടങ്ങൾ പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയൊരു പീസ് അലുമിനിയം ഫോയിലാണ്. അലുമിനിയം ഫോയിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്രയും നമുക്ക് ആവശ്യമില്ല കേട്ടോ, ചെറിയൊരു പീസ് മാത്രം മതി. ഇനി ഇതിനെ നേരെ ഹാഫ് ആക്കിയിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഇതാ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അലുമിനിയം ഫോയിൽ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്റ്റൗവിൻ്റെ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാൻഡിന്റെ മുകളിലായിട്ട് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിടവിട്ടിട്ടായിട്ട് ചുറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്നിടവിട്ടിട്ടായിട്ട് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അതുപോലെ നമ്മൾ പാൻ എടുത്ത് ഇതുപോലോട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും അത് തെന്നി മാറി പോകുന്നില്ല, സ്ലിപ്പായി പോവില്ല കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു സ്റ്റാൻഡിൻ്റെ 5 സൈഡിലായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പാൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ അലുമിനിയം ഫോയിലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായിട്ടും 5 സൈഡിലായിട്ട് ചുറ്റി കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇടവിട്ട് ചുറ്റി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഗ്രിപ്പ് കിട്ടുന്നത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. പിന്നെ ഇതുപോലെ ഫുൾ ടൈം വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പാൻ യൂസ് ചെയ്യുമ്പോൾ മാത്രം ഈ ഒരു രീതിയിൽ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതാ എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാനൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. സാധാരണ നമ്മളൊരു മോതിരമൊക്കെ ഇടുന്നില്ലേ, ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുമ്പോൾ ഇതുപോലെ പാനൊക്കെ സ്ലിപ്പായി പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ ഒരു തവണ അലുമിനിയം ഫോയിൽ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അഴിച്ചിട്ട് എവിടെയെങ്കിലും നമ്മുടെ കിച്ചണിൽ എവിടെയെങ്കിലും ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ ഇതുപോലെ പാനൊക്കെ സ്ലിപ്പാകുന്ന പാനൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു പാനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നീട് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ അതിലുള്ള എണ്ണയോ അല്ലെങ്കിൽ കറികളൊക്കെ നമ്മുടെ ദേഹത്തോട്ട് തെറിക്കുമെന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ സ്റ്റൗവിൽ ചോറൊക്കെ വെക്കുന്ന ടൈമിൽ ഇതുപോലെ തുറന്ന് വെച്ച് വേവിക്കാതെ അതൊന്ന് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു വെള്ളമൊക്കെ തിളച്ചിട്ട് ചോറൊക്കെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചായയൊക്കെ തിളപ്പിക്കുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു വെള്ളമൊക്കെ തിളച്ച് കിട്ടും. പിന്നെ ഇത് മിക്കവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള അലുമിനിയം ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു അലുമിനിയം ബോക്സ് നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു അലുമിനിയം ഫോയിലിന്റെ 4 കോർണറിനായിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് 4 സൈഡിൽ നിന്ന് വിടർത്തി കൊടുത്തപ്പോൾ ഒരു പ്ലേറ്റിന്റെ ഷേപ്പിലോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നടുവിലൂടെയാണ് ഞാൻ മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു മുകളിലത്തെ സ്റ്റാൻഡ് എടുത്തതിന് ശേഷം ആ ഒരു പ്ലേറ്റിന്റെ മുകളിലായിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. അതിനുശേഷം ഈ ഒരു സ്റ്റാൻഡ് അലുമിനിയം ഫോയിലിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചില സമയങ്ങളിൽ കുക്ക് ചെയ്യുന്ന ടൈമിൽ കാറ്റ് കൊണ്ട് ആ ഒരു ഫ്ലെയിം കറക്റ്റായിട്ട് നമ്മൾ വെച്ച പാത്രത്തിലോട്ട് തട്ടാത്ത ഒരവസ്ഥ വരും. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാസ് നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇതുപോലുള്ള അലുമിനിയം ഫോയിലിന്റെ പ്ലേറ്റ് നമ്മൾ താഴെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാനെടുത്ത പ്ലേറ്റ് ചെറുതാണ്, അതുകൊണ്ടാണ് എല്ലാ സൈഡിലും ഉയർന്നു നിൽക്കാത്തത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ സൈഡിലും ഉയർന്നു കിട്ടണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പ്ലേറ്റ് വലുതാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വെറുതെ കിട്ടുന്ന അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ
നമ്മുടെ ഗ്യാസ് ഒന്നും നഷ്ടപ്പെടാതെ കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിനടിയിലുള്ള പ്ലേറ്റ് കറക്റ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ കറികളൊക്കെ വീണിട്ട് ആ ഒരു പ്ലേറ്റ് വൃത്തികേടാൻ ചെയ്യില്ല, നീറ്റായിട്ട് ഇരുന്നോളൂ. എന്തെങ്കിലും കറികളൊക്കെ തിളച്ച് തൂകി പോവുകയാണെങ്കിൽ നമ്മൾ വെച്ച് കൊടുത്ത ആ ഒരു അലുമിനിയം പ്ലേറ്റിലോട്ട് മാത്രമേ ആവുള്ളൂ. ഈ ഒരു ഭാഗം എപ്പോഴും നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മുടെ ഗ്യാസ് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് അലുമിനിയം ഫോയിലാണ്. അലുമിനിയം ഫോയിൽ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിന്റെ മുകളിലായിട്ട് ഒരു അടപ്പ് വെച്ച് കൊടുക്കുകയാണ്. ഏകദേശം നമ്മുടെ സ്റ്റൗവിന്റെ ആ ഒരു പ്ലേറ്റിന് കണക്കാക്കിയിട്ടുള്ള അടപ്പായിരിക്കണം കേട്ടോ വേണ്ടത്. ഇനി ഇതിന്റെ എല്ലാ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം നിർബന്ധമില്ല, കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നീറ്റായിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഉള്ളിലോട്ട് മടക്കിയതിന് ശേഷം ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രം എടുത്ത് മാറ്റാം. അതായത് ഇതുപോലെ ഈ ഒരു അടപ്പ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് അമർത്തി വെച്ചു കൊടുക്കാം. അലുമിനിയം ഫോയിൽ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇത് കറക്റ്റ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അലുമിനിയം പ്ലേറ്റ് ചെയ്തതുപോലെ തന്നെ നെടുകയൊന്ന് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ സ്റ്റൗവിന്റെ പ്ലേറ്റിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വിടർത്തി വെച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് ഈ ഒരു സ്റ്റാൻഡ് കൂടി വെച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ കറിയൊക്കെ തിളച്ച് തൂക്കിയിട്ട് സ്റ്റൗ വൃത്തികേടാവുന്നുള്ള പേടിയും വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റൗ ഒക്കെ ഉരച്ച് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യം വരികയില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ബൗളിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ടേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഈ ഒരു അടപ്പിൽ ഒരു അടപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആണ്. നമ്മൾ ഏതാണോ ഡിഷ് വാഷിംഗ് ലിക്വിഡ് യൂസ് ചെയ്യുന്നത് അതൊന്ന് ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി, അതായത് നിറപ്പിക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ഗ്ലാസോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ആ ഒരു കുപ്പിയുടെ അടപ്പിന്റെ മുകളിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സൊല്യൂഷൻ ഈ ഒരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഗ്യാസ് സ്റ്റൗവും പിന്നെ അതിന്റെ ബേണറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലൊരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്റ്റൗവും പിന്നെ ബേണറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ ഉണ്ട്. ഇനി ഈ ഒരു സ്റ്റൗവിന്റെ ടോപ്പിലായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുപ്പിനേക്കാളും നല്ലത് സ്പ്രേ ബോട്ടിൽ തന്നെയാണ് കേട്ടോ. സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കുപ്പി ആകുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ഒത്തിരി ലിക്വിഡ് നമുക്ക് വേസ്റ്റ് ആവും കേട്ടോ. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പം സെൻട്രലിലുള്ള ബേണറും ഒക്കെ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ആ ഒരു സെൻറ്റർ ഭാഗത്തൊക്കെ നന്നായിട്ട് കറകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പാടൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ആ ഒരു പാടൊന്നും ഇല്ല. ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റൗവിൻ്റെ ബേണറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ബേണറിലൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കത്താത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഒത്തിരി നഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ബേണറൊക്കെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടുകയും ചെയ്യും. ആ ഒരു ബ്ലോക്ക് ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല. പിന്നെ നിങ്ങൾ ബേണറൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു സൊല്യൂഷൻ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം ആ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ബേണർ ഇട്ട് വെച്ച് കൊടുക്കാം. പിന്നീട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കഴുകി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ പഴയ ബ്രഷൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നീ കാണിച്ച ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി ഗ്യാസൊക്കെ ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.